60 വർഷത്തിലധികം നീണ്ട സംഗീത യാത്രയാണ്. ആ ഒരു കാലയളവിനിടയിൽ മലയാളിക്ക് മലയാളത്തിന് എന്നും ഓർത്തിരിക്കാൻ പാകത്തിന് അത്രയധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയുടെ വിടവാങ്ങലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ജയമാഷിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് സംഗീതത്തിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു, വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കർണാടക സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ ചെമ്പൈ സ്വാമിയുടെ പരമ്പരയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ കുറിച്ചും അവർ പിന്തുടർന്നു പോകുന്ന ജയമാഷും അദ്ദേഹത്തിന്റെ സഹോദരനും വിജയൻ സാറും അവർ രണ്ടുപേരും കൂടി പാടിക്കൊണ്ടിരുന്ന സമയത്തും പിന്നീട് ജയൻ സാർ തന്നെ പാടുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ കർണാടക സംഗീതം അവർ വർഷങ്ങളോളം അഭ്യസിച്ചതിന്റെ അല്ലെങ്കിൽ അവർ പിന്തുടർന്നു പോകുന്ന നമ്മുടെ തനത് കർണാടക സംഗീതത്തിന്റെ ഒരു മാധുര്യം നമ്മളെല്ലാവരും കേട്ട് ആസ്വദിച്ചതാണ്. പിന്നീട് അദ്ദേഹം സംഗീത സംവിധായകനായതിനു ശേഷം നമുക്ക് കിട്ടിയ പാട്ടുകൾ, അദ്ദേഹം സിനിമകളിലൂടെ സമ്മാനിച്ച പാട്ടുകളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ഭക്തിഗാനങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിലെല്ലാം അദ്ദേഹത്തിന്റെ ശുദ്ധമായിട്ടുള്ള സംഗീതവും അദ്ദേഹത്തിന്റെ സംഗീതത്തിലുള്ള കാഴ്ചപ്പാടും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട്. ജയമാഷുമായിട്ട് എനിക്ക് സഹകരിക്കാൻ പറ്റിയിട്ടുള്ളത് വളരെ കുറച്ച് പാട്ടുകളിലാണ്. അദ്ദേഹത്തിന്റെ 3-4 പാട്ടുകളെ ഞാൻ സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. എപ്പോഴും കാണുമ്പോൾ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളോട് ഇടപെടുന്ന പോലെ ആയിരുന്നില്ല അദ്ദേഹം ഒരു സമപ്രായക്കാരനോട് ഇടപെടുന്ന പോലെ തമാശകൾ പറഞ്ഞും ഓരോ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മാഷോട് നമുക്ക് ഇടപെടാനായിട്ടൊരു സങ്കോചം ഉണ്ടായിരുന്നില്ല. ഇത്ര സീനിയർ ആണെങ്കിൽ പോലും അദ്ദേഹം നമ്മളുടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. എത്രയോ പാട്ടുകൾ, എല്ലാ പാട്ടുകളും നമ്മുടെ ഹൃദയത്തിലുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് തരംഗണിയിലൂടെ യേശുദാസ് സാർ പാടിയ ഭക്തിഗാനങ്ങൾ, മയിൽപീലി എന്ന് പറഞ്ഞ ആൽബം ആണെങ്കിലും അതിനുശേഷം നിരവധി ആൽബങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് എല്ലാം മലയാളി കാണാപാഠമാണ്. എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എൻ്റെ വീടിന്റെ, ഞാൻ ആലപ്പുഴയിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം രാവിലെ കേൾക്കുന്ന പാട്ടുകളിൽ മിക്കവാറും ജയമാഷ പാട്ടുകൾ ഉണ്ടാകും. അവർ പാടിയ പാട്ടുകളുണ്ട്, അയ്യപ്പൻ പാട്ടുകൾ, എല്ലാ സംഗീതം പകർന്ന പാട്ടുകളുണ്ടായിരുന്നു. അത് ഈ പാട്ടുകളെല്ലാം കേട്ട് 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 ഇതെല്ലാം ഹൃദയസ്ഥമായിരുന്നു. അല്ലാതെ ഈ പാട്ടുകളൊന്നും ഇരുന്ന് പഠിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. പിന്നീട് ഇപ്പോഴും പരിപാടികളിലൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടാറുണ്ട്. ഭക്തിഗാനമേളകളിലും കച്ചേരികളിലും ഒക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും ഇല്ലാത്ത ഒരവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്ര കണ്ട് നമ്മുടെ സംഗീത ജീവിതത്തെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്.